വാടേറ്റി എന്ന് പറയുന്നത് വയനാട്ടിലെ വൈത്തിരി നിന്നും ബാണാസുര റോഡിലേക്ക് ഒരു 8 കിലോമീറ്റർ മാറിയിട്ട് പൊഴുതന എന്ന് പറയുന്ന സ്ഥലത്ത് ഹാരിസൺസ് മലയാളത്തിൻ്റെ ടീ പ്ലാന്റേഷനായ അച്ചൂർ എസ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 8000 ഏക്കേഴ്സോളം വരുന്ന തേയിലത്തോട്ടങ്ങൾക്ക് നടുക്ക് വരുന്ന പണ്ടത്തെ ഒരു പ്ലാന്റേഷൻ ഹോസ്പിറ്റലായിരുന്നു. ഫുള്ളും കരിങ്കല്ല ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നത്തെ ആ ഹോസ്പിറ്റൽ പിന്നെ കാലക്രമേണ ഹോസ്പിറ്റലിൽ നിന്ന് പോയപ്പോൾ അതിൻ്റെ ശേഷം അബാൻഡനായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി നമ്മൾ ലീസിനെടുത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റേഷൻ സ്റ്റേ ആക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 80s റീകൺസ്ട്രക്ട് ചെയ്തത് ഈ പ്രോപ്പർട്ടി. അതിൻ്റെ മുന്നേ ഹോസ്പിറ്റൽ സിൻസ് 1931 ഓൺവേർഡ്സ് ഉണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വയനാട്. നമ്മളിപ്പോൾ ഷൂട്ടിന് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം ഇവിടെ റൈഡിന് ജസ്റ്റ് ട്രയൽസിന് പോയിട്ടുള്ളത്. നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ പോയിട്ടുള്ളതാ. നല്ല മഴയും പെയ്ത് സീനാ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം ഇതിൻ്റെ ഒരു ആംബിയൻസ് കാണിച്ചു തരാം ഗൈസ്. ഇപ്പം നല്ല മഴ പെയ്തു. ഇതാ വാടേറ്റി വയനാട് ഗൈസ്. അവക്കാട മരം മരം ഇത് പൊട്ടിക്കില്ല. പൊട്ടിച്ചാ അതിനെടുത്തോ. ഫ്രഷ് അവക്കാടോ സീൻ. എൻ്റെ മോനെ ഇതാ ലൈവ്. ഇതാ ഇത് മരം. സീൻ. ഇതാണ് നമ്മളെ റിസോർട്ട്. അതിൻ്റെ മുമ്പിലത്തെ വ്യൂ. നമ്മൾ ചായ എല്ലാം കുടിച്ച് നമ്മളങ്ങനെ റിസോർട്ടിലെത്തി. ചായപ്പൊടി. ഇവിടെയല്ല സീന് വ്യൂ. ഇതിനെ നോക്കിയാൽ ബുദ്ധനെല്ലാം വരച്ചിട്ട് സെറ്റ് സാധനം. സീൻ വ്യൂ. ഈ വ്യൂ നോക്കിയാ ഫ്ലവർ ലൈറ്റിലൊരു വ്യൂ. സീന്. എടി ഇത് നോക്കിയേ. എന്റെ അമ്മേ. വ്യൂ നോക്കിയ. ഇവിടെയെല്ലാം ഉണ്ട് സ്റ്റേ ഗൈസ്. സീൻ. നല്ല വ്യൂ ഗൈസ്. സീൻ. സെറ്റ്. ഇവിടെ ഒന്നുമില്ല. ഓപ്പൺ. ഏതിതാ? ഇത് തിന്നാൻ പറ്റും ഗൈസ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ തിന്നാൻ പറ്റും. പഞ്ചസാര പഴം ഗൈസ്. അതിന്റെ മരം ഇത്. അവരുടെ നാട്ടിലെന്താണോ ഏതാ? ബേർഡ് ചെറി ട്രീ. പക്ഷികളെല്ലാം വന്നല്ലേ? വെറുതെ അല്ല. ഇപ്പൊ അതിന്റെ ബാക്കിലുള്ള റോസാപ്പൂലായിട്ടുള്ള സീന് വ്യൂ ഉണ്ട്. ഇത് സീന് വ്യൂ. ചാമ്പക്കുണ്ടാ? ഇതാ ഗൈസ് ചാമ്പക്ക. എല്ലാം വെള്ളത്തിൽ ഇതായിട്ടല്ലേ സീൻ. ഇതെല്ലാം സീൻ വ്യൂ. ഇതോ വലിയ റോസാപ്പൂ. ഇതല്ലേ ചാമ്പക്ക ഗൈസ്. ചാമ്പക്ക. ഓ റോസാപ്പൂ നോക്കിയ. സീൻ. ഇതെല്ലാം ഒറിജിനൽ. ടൊമാറ്റോ ഗൈസ്. പൂ നോക്കൂ. റോസാപ്പൂ നോക്കൂ. നല്ല. ഇതിന്റെ തണ്ടൽ നോക്കി. സീൻ. അങ്ങനെ തണ്ട് തരുമോ? ഇപ്പം വേണ്ട. കൊണ്ടുപോക്ക് ടാസ്കാ. പേരക്കുണ്ട്. ഇത് റോസാപ്പൂവിന്റെ ഇത് കാണുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു വൃത്തി. നോക്കിയേ ഗൈസ്. ഓർഗാനിക് പച്ചക്കറി അല്ല, അങ്ങനെ പറയാം. ഓർഗാനിക് പച്ചക്കറി. ഇതാ
അല്ല അതല്ല ഇതല്ലേ വഴുതിന. ഇത് പേരക്കൊക്കെ ചെറിയ ചെറിയ പേരക്ക, ഇഷ്ടം പോലെ പേരക്ക ഉണ്ട്. കൊറേ പേരക്ക ഉണ്ട് ഇവിടെ. ഇത് നോക്കിയേ പൊട്ടിയതാ. പേരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ്. ഇതിന്റെ ബാക്കിൽ ചുറ്റും ഇതാ മലയും അതിനകത്ത് തേയിലത്തോട്ടം. ഇതാ കുറെ പേരൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ട്. ഇതാ നാച്ചുറൽ മരത്തുനിന്ന് പറിച്ചു. ഒരു കടി അടിച്ചേ, കടിക്കൂ. സൂപ്പർ 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 ഗൈസ്. ഇത് കുറെ ചെടികൾ പരിപാടിയെല്ലാം ഉണ്ട്. അട്ടിതാ ഇത് ഗൈസ് ഇവിടെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കഫേ വരുന്നുണ്ട്. ഇതിപ്പോ പണി നടന്നുകൊണ്ടിരിക്കുവന്നല്ലേ? ഇതിന്റെ എല്ലാം ഈ ഏരിയന്റെ എല്ലാം പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇവിടെ എവിടെ അങ്ങോട്ടേക്കല്ലേ? ഇതാ പൂൾ അവിടെയാണ്. ഇവിടെയാണ്. ഇവിടെ എല്ലാം മൊത്തത്തിൽ ചേഞ്ച് ആവും. ഇതല്ലേ ഫുൾ പേരക്ക. അവിടെ ഇവിടെയും പേരക്ക ഗൈസ്. ഇവിടെയാണ് പൂളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൂള് വരും. ഇത് പേരക്ക നോക്കൂ, ഫ്രഷ് പേരക്ക ഗൈസ്. ലൈവായിട്ട് തിന്നുന്നു പേരക്ക. ആദ്യമായിട്ട് കാണുന്ന പോലൊക്കെ. പേരക്ക നിന്നു. ഇവിടെ ഇതാ പൂളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ചേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഒരു ഹായ് പറയും. ഓക്കെ, ഇതാ ഇവിടെ എല്ലാം പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അത്ര. അപ്പോൾ കുറേ മാറ്റങ്ങളെല്ലാം വരുത്താനുണ്ട് ഗൈസ്. നല്ല മഴ. ഇതാ ഇവിടെയാണ് ഇനി സിമ്പിൾ വരാനുള്ളത് അല്ലേ? നമ്മളെല്ലാവരും അത് ഇവിടെ ഉണ്ട്. ഇതാ പേരക്ക. സീന് ഗൈസ്, സീന് വ്യൂ. ഇതാ ചെറുതായിട്ടൊന്ന് പണിവാളി. നമ്മൾ വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു. അതുകൊണ്ട് നമ്മളിതാ കൊടയിൽ കയറി. ഇതാണല്ലോ ആ സ്ഥലം, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് വാടേറ്റി. ഇതാണ് ആ സ്ഥലം. നല്ല ഫുൾ ഗ്രാമീണ ഇതായിട്ടുള്ളതല്ലേ. മഴ ഇപ്പൊ പോയിട്ടാ. ഈ നല്ല കാർമേഘെല്ലാം മൂടിയിട്ടുണ്ട് ഗൈസ്. ഇതാ ഫ്ലവർ നോക്കൂ. മുമ്പിൽ തന്നെ ഫുൾ തേയില. ഇതൊരു തേയിലത്തോട്ടത്തിന്റെ നടുക്കല്ലേ ഈ ഒരു വ്യൂ ഉള്ളത്. ഗൈസ് ഇതൊരു തേയിലത്തോട്ടത്തിന്റെ നടുക്കാണിത്. റൈഡ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ കുറേ ഇത് ഫ്ലവേഴ്സ് പരിപാടിയിലുണ്ട്. ഇവിടെ കുറേ വ്യൂ. ഇവിടെയുള്ള സീനാ, നല്ല ആംബിയൻസാണ്. ഇവിടുത്തെ ഫുള്ള് ചെടീനെ കൊണ്ടുള്ള പരിപാടി സീനാണ്. കാരണം കുറേ മരങ്ങൾ, തേയിലത്തോട്ടത്തിന് നടുക്കി വ്യൂ. മഴയുണ്ടായി, ഇല്ലെങ്കിൽ ശരിക്കും ആ ഡ്രോൺ ഫുട്ടേജിൽ നമുക്ക് കാണിക്കായിരുന്നു. ഇവിടെ ഈ ഒരു ഇരിക്കുന്ന സ്ഥലമെല്ലാം നോക്കിയാൽ വേറെ തന്നെ ഒരു വൈബാണ് ഗൈസ്. ഇന്നലെ നമ്മൾ പുറത്തെ സൈഡ് കണ്ടു. അപ്പോൾ ഇത് കയറുമ്പോൾ തന്നെ നല്ല ചിത്രങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. കുറേ വൈബ് ചിത്രങ്ങളുണ്ട്. കുറേ ഷോർട്സ് പരിപാടി. ഇതാണ് ഇവിടുത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത്. എല്ലാവരും ഇതാ പാക്ക് ചെയ്തുകൊണ്ട് പോകണം. അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയെല്ലാം കിടക്കുന്നത്. ക്രിയേറ്റിവിറ്റി നോക്കും. കുറേ ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുണ്ട് ഇവിടെ ഈ സൈഡിൽ. എനിക്കൊന്ന് ഇതിവിടെ നിൽക്കുന്നവരതാണെന്ന് തോന്നുന്നു. ഈ പുള്ളിയിൽ നേരത്തെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായി. അതെ, ഇവിടെ നിൽക്കുന്നവരെ വരച്ചു കൊടുത്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. ഫുൾ നോക്കിയാൽ ചെടിയും കാര്യങ്ങളും. അത് ചിത്രങ്ങൾ കാണാൻ തന്നെ വേറെ ഒരു വീട്ടിലാണ്.
ഇതാണ് നമ്മളെ കഴിഞ്ഞ ഇവൻറ്റ്. ഇവിടെ DJ പാർട്ടി പരിപാടിയിലുണ്ടായിരുന്നു. ഇതാണ് ഏകദേശം നമ്മളൊരു ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വയനാട് വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. കാരണം ആംബിയൻസ് പൊളിയാണ്. കാരണം സൈഡും ഫുൾ ചെടികളും പരിപാടിയും എല്ലാം നൈസാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇത് Day 2 ആണ്. ഇന്നലെ എടുത്ത വിഷ്വലായിരുന്നു പുറത്തെ വിഷ്വൽ. ഇന്ന് ഉള്ളിലത്തെ വിഷ്വൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇന്ന് പിന്നെ നമ്മൾ പാക്കപ്പ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നാട്ടിലേക്ക് എല്ലാവരും നാട്ടിലേക്ക് പോക്കായി. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. നമ്മളിപ്പോൾ അവിടെയാണ് എത്തിയത്. ഇതാണിപ്പോൾ ഇവിടുത്തെ വ്യൂ. ഇവിടെയെല്ലാം ഓരോ ചിത്രങ്ങളുണ്ട്. ഫുള്ള് ഈ സൈഡിലെല്ലാം ഓരോ ചിത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് പാക്ക് ചെയ്യുന്നു. ഇന്നലെ വൈകുന്നേരം ആയിരുന്നു ഇതിൻ്റെ പുറത്തെ വിഷ്വൽ എടുത്തത്. ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയ സമയത്താണ് പിന്നെ ഇവിടുത്തെ വിഷ്വൽ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. മീൻസ് ഉള്ളിലത്തെ ഈ ചിത്രങ്ങളെല്ലാം ഇപ്പാണ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഗൈസ് ഇത് നോക്കൂ, എവിടെയെല്ലാം വെച്ചിട്ടുള്ള സാധനങ്ങൾ. അങ്ങനെ മൊത്തത്തിലൊരു ഫുൾ ആംബിയൻസ് പൊളി ആംബിയൻസാണ്. ഫുള്ള് തേയിലത്തോട്ടം, അതിൻ്റെ നടുക്ക് ഈ ആംബിയൻസ് എല്ലാം ഭയങ്കര സീന് വൈബാണ് ഗൈസ് ഇവിടെ. ഇത് നോക്കൂ. അപ്പോൾ ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.